അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബിരിയാണിയുടെ ഒരു വലിയ ഫാനാണ് കേട്ടോ ഞാൻ. ഹൈദരാബാദ് ബിരിയാണി എന്നും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങി ഒരു കലവറ തന്നെയുണ്ട് നമ്മുടെ ബിരിയാണിക്ക്. എന്തെന്നാലും വലിയ അരിയോട് എനിക്ക് വലിയ താല്പര്യമില്ല. നമ്മുടെ നാടൻ കൈമാ റൈസ് ഇല്ലേ, കുഞ്ഞരിയുടെ ദം ബിരിയാണി എൻ്റെ ഫേവറേറ്റ്. അതിൻ്റെ ആ മണവും ടേസ്റ്റൊക്കെ വേറെ തന്നെയാണ്. എന്നിരുന്നാലും ഈ ഉണ്ടാക്കുന്ന ബിരിയാണി എനിക്ക് കഴിക്കാൻ പറ്റില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഇന്നത്തെ സ്പെഷ്യൽ കൊഞ്ച് ബിരിയാണിയാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു കൊഞ്ചിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ പറയുന്നുണ്ട് എനിക്ക് കൊഞ്ച് അലർജിയാണ്. എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും എത്ര ഇഷ്ടമാണെങ്കിലും കഴിക്കാൻ പറ്റാത്തൊരു ഐറ്റമാണ് കൊഞ്ച്. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ആദ്യമേ നമുക്ക് മസാലക്കൂട്ടിനകത്ത് നമ്മുടെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ചതച്ചും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് നമ്മുടെ മസാലസ് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം മാത്രം, അതൊന്ന് വേവാൻ വേണ്ടി മാത്രം നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചാണ് കേട്ടോ. ഫ്രൈ ചെയ്തേക്കുന്നത് അതിനകത്ത് കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കല് ജസ്റ്റ് ഒന്ന് വിതറിയതിന് ശേഷം നമുക്കതിലേക്ക് ദം ചെയ്യാം. അതായത് നമ്മുടെ കൈമാ റൈസാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. കൈമാ റൈസ് നമ്മൾ വേവിച്ച് അതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് കളർ, അല്ലാതെ വേറെ കളറൊന്നും ആർട്ടിഫിഷ്യൽ കളറൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് വറുത്തെടുത്ത സവാളയും അതിൻ്റെ കൂടെ നമുക്കിതാണ് മല്ലിച്ചപ്പും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് ഗീയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു മണവും വരാൻ വേണ്ടിയിട്ടാണ് ഗീ ഒഴിക്കുന്നത്. അങ്ങനെ ഇത് ഒരു ലെയർ ചെയ്ത് 2 ലെയറും കൂടി ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് മുമ്പ് ഒന്ന് കുഴി ഇട്ട് കൊടുക്കുന്നത് ആവി പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് മുകളിലോട്ട് ആവി വരാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് സ്പൂൺ വെച്ചൊന്ന് 3 കുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ ലെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ 2 ലെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അരി ഞാനാണ് വേവിക്കുന്നതെങ്കിൽ ഞാൻ കറക്റ്റ് പാകത്തിനായിരിക്കും വെക്കുന്നത്. അതായത് 2 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് അരിയായിരിക്കും കേട്ടോ. പക്ഷേ ഉമ്മ ആണെങ്കിൽ ഊറ്റിയെടുക്കുന്ന പരുവത്തിനായിരിക്കും ചോറ് വെക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണല്ലോ. പിന്നെ ഇവിടെ ദാണ്ട് ഞങ്ങൾ മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ദം ചെയ്യാൻ വെക്കുന്നത്. അതായത് ആവി പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദാണ്ട് ഇടിക്കല്ലാണ് എടുത്ത് വെക്കുന്നത്. അത് ചെറിയ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ബിരിയാണി റെഡിയായി. അത് കൊഞ്ച് ബിരിയാണി, നിങ്ങൾക്ക് ഏത് ബിരിയാണി വേണമെങ്കിലും ഉണ്ടാക്കാം. അതായത് കൊഞ്ചോ ഫിഷ് ബിരിയാണി, ചിക്കനും മട്ടനും ബീഫ് എങ്ങനെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. പക്ഷേ കൊഞ്ചായതുകൊണ്ട് മസാലയ്ക്ക് ഇത്രയും എളുപ്പം. ബാക്കിയൊക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റേതായ ഒരു ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് ബിരിയാണിയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, ടേസ്റ്റ് നോക്കിയവർ പറഞ്ഞതാണ് കേട്ടോ. കാരണം എനിക്കിത് എത്ര കഴിച്ചാലും എനിക്ക് എങ്ങനെ പോയാലും അലർജി വരും. അതുകൊണ്ട് നമ്മൾ തൊട്ട് നോക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ വീട്ടിൽ ഉമ്മിയുടെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയൊക്കെ ഫേവറേറ്റ് ആണ്. ഒരു വട്ടമെങ്കിലും നിങ്ങൾ കൊഞ്ച് ബിരിയാണിയും കൂടി തയ്യാറാക്കി നോക്കുക. പ്രോൺസ് ബിരിയാണി എന്നൊക്കെ പറയുന്ന ഒരു പേര് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് പറയാറുണ്ട് കേട്ടോ, കുഞ്ഞുനാളിലൊക്കെ ഞാൻ ഈ ബിരിയാണി കൊണ്ടുപോകുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത്, ഇത്രയും ടൈം എടുക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം അവരിൽ പലരും ബിരിയാണി കല്യാണത്തിന് പോകുമ്പോൾ കഴിക്കുന്നവരോ അല്ലെങ്കിൽ ഞാൻ പെരുന്നാളിന് കൊണ്ടുപോകുമ്പോൾ കഴിക്കുന്നവരോ ആയിരിക്കും. അല്ലാതെ അവരുടെ വീട്ടിൽ ഉണ്ടാക്കാറില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ അറിയാം. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയറും ചെയ്യണം. അതോടൊപ്പം എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.